ഹലോ. അപ്പോൾ ഇതാ സമയം 12:45. നമ്മളിപ്പോൾ റാറാവിസിൽ വന്നിട്ടാണല്ലേ ഇവിടുത്തെ സുഹൂർ ബുഫേ അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്ന ടൈം ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ബട്ട് മെനു ഒക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ചിക്കനിലും മീനിലും ബീഫിലും ഒക്കെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്, നമ്മളെ സ്വന്തം വിജയ് യശാസിനെ. ഞാനൊന്ന് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഇവർ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒട്ടും വൈകിക്കാതെ തന്നെ ഞാനും ഒരു പ്ലേറ്റ് എടുത്ത് പോയി എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് അറ്റാക്ക് തുടങ്ങി. ഇവിടുത്തെ കൊണ്ടാട്ടം മസ്റ്റ് ട്രൈ. ഫുഡ് റാറാവിസിൻ്റെ ആയതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇവർ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി ഇവിടുത്തെ മെനുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നെയ്ച്ചോറും ഈ കൊണ്ടാട്ടം ചിക്കനുമാണ്. ഞാനടക്കം എല്ലാവരും രണ്ടാമത്തെ സെറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ ചങ്ങായി കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ബട്ട് തട്ടിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഞാൻ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞ ശേഷം റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച് ഡെസേർട്ടിന്റെ വിഭാഗത്തിൽ പായസം കൂടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തത്. പിന്നെ ഈ പായസത്തിന്റെ കാര്യം പറയുന്നതാണെങ്കിൽ പറയുമ്പോൾ സേമിയ പായസവും കഴിക്കുമ്പോൾ തൈരികാച്ചിയും പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഈ ഒരു ലെയിം ടീ ഉള്ളതുകൊണ്ട് ഓക്കെ, ഇത് സെറ്റ് ചെയ്യുന്നു കേട്ടോ. ലെയിം ടീ നമ്മളങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് കിസ്സെല്ലാം പറഞ്ഞിരിക്കുക. നമ്മൾ കിയാൻ നോക്കുമ്പോഴത്തേക്ക് ആ ഹോള് മൊത്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിന്റെ ഒരു ഓവറോൾ റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 420 രൂപയാണ് ഈ ബൊഫേക്ക് വരുന്നത്. നല്ല ഫുഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് കോംബോ ആണിത്. കാരണം അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്രയും കഴിക്കാൻ പറ്റും. അല്ലാതെ ഡാറ്റ എടുത്തിട്ട് 2 പത്തിരിയിൽ ഒതുക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ബൊഫേ വെർത്ത് ആയിരിക്കൂല. അപ്പൊ നിങ്ങൾ കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫീഡ്ബാക്ക് ഒന്ന് പറ.